പരിപാടി ചെയ്യുന്നതിൽ നിർബന്ധിച്ച് വണ്ടിയിട്ട് വന്ന് കൊണ്ടുപോയി ഞാനതിന് പങ്കെടുത്തു. അന്ന് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖമുണ്ട്. ഏകദേശം ഒരു 10 വയസ്സ് 12 വയസ്സ് മുതൽ തുടങ്ങിയത് മൈഗ്രെയിൻ. അപ്പൊ ആ ശക്തമായിട്ടുള്ള തലവേദന. കാരണം ശക്തമായിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞാല് 2 ട്രൈജിനൊക്കെ കുടിച്ചതിന്റെ ശേഷം 2 ഗുളിക കുടിക്കും. അതിന്റെ ശേഷം ചില സമയത്തൊക്കെ ചിലപ്പോ എന്റെ രണ്ടാമത്തെ മോനെയൊക്കെ എന്റെ തലമ കയറ്റി നിർത്താനുണ്ട്. കാരണം ഓന് 10-13 വയസ്സായിട്ടുണ്ട്. ഓൻ ചവിട്ടി കയറി നിന്നാലേ തലവേദനക്ക് ആശ്വാസം കിട്ടും. അത്ര ശക്തമായിട്ടുള്ള തലവേദനയാണ്. അപ്പൊ ചുരുക്കത്തില് അതിന്റെ സമയത്ത് ഇവര് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഗുളിക കുടിക്കരുത് പറഞ്ഞു. അങ്ങനെ ഇവിടെ കബീർ സാറിന്റെ മൂപ്പരെ കയ്യിൽ നിന്ന് ഒരു ബെൽറ്റ് വാങ്ങിയിട്ട് നെറ്റി കെട്ടി തന്നു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് എങ്ങനെ മാറും, നിങ്ങൾ നിൽക്കി ഇന്ന് ഗുളിക കുടിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. സാറും ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഗുളിക കുടിച്ചില്ല. ഏകദേശം ഒരു 1.5-2 മിനിറ്റോടെ എനിക്ക് ഒരു ആശ്വാസം തോന്നി. അതിനുശേഷം ഞാൻ ആ ബെൽറ്റ് വീട്ടിലെത്തിയിട്ടാണ് പിന്നെ കഴിച്ചത്. വീട്ടിലെത്തി കഴിച്ചപ്പോൾ എന്നോട് വൈഫ് ചെന്ന ഉടനെ ചോദിച്ചു, നിങ്ങളിന്ന് നോമ്പായിട്ട് യാത്ര ചെയ്തിട്ട് മനസ്സിലായില്ല, പോണ്ടാന്ന് അപ്പളേ പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അഭയം വന്നിട്ട് കണ്ണൊക്കെ നോക്ക്, എനിക്ക് തലവേദന ഉണ്ടാക്കണമെന്ന് നോക്കിയാണോ. എന്ത് സംഭവിച്ചു, എന്ത് തലവേദന ഉണ്ടായിട്ടില്ല. സാധാരണ തലവേദന ഉണ്ടായാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം കാണുന്നതൊക്കെ അല്ലെങ്കിൽ ചോര കളറോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അന്ന് തലവേദന ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, തലവേദന ഉണ്ടായിട്ടല്ല, ഞാൻ ഈ ബെൽറ്റ് കെട്ടിയതാണ്. അങ്ങനെ ഭയങ്കര അത്ഭുതം. രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോൾ 11 മണിയായിട്ടില്ല. അങ്ങനെ ഭയങ്കര അത്ഭുതം. അവസാനം ഞാൻ അന്ന് പിറ്റേന്ന് നേരം വെളുത്ത് നോമ്പ് തുറന്നേക്ക് ഉമ്മ കാലുവേദന എന്റെ ഉമ്മാന്റെ കാലിൽ കൊണ്ട് കെട്ടിക്കൊടുത്തത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ മരുന്നൊക്കെ കുറിച്ചൊരു സുഖമാണ്, ഞാൻ ഈ ബെൽറ്റല്ലേ ആയിക്കോട്ടെ നിങ്ങളൊന്ന് കെട്ടിയെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിക്കൊടുത്ത് പോന്നു. പിറ്റേന്ന് രാവിലെ എനിക്ക് ഭയങ്കര ബേജാറുണ്ടായിരുന്നു. കാരണം എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല. എനിക്കിത് എങ്ങനെയും മാറിയതാണെങ്കിൽ ഇമ്മാക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം ഞാനൊരു മകനൊറ്റക്കല്ല, ഞങ്ങൾ 5 ആൾക്കാരുണ്ട്, മരിച്ചൊക്കെ പടം പിടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ എണീറ്റേക്കാൻ വിളിച്ചു മാക്ക്. ഉമ്മ സാധാരണ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ നമസ്കാരം കഴിഞ്ഞ് ഫ്രീ ആകാം. അപ്പൊ ഞാൻ ആ സമയത്ത് മാക്ക് വിളിച്ചു, എന്താ അവസ്ഥ വെച്ചു. അത് നല്ല സുഖം തരാന്നു. അങ്ങനെ ഇമ്മാനോട് ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങല് ചോദിച്ചു. സത്യത്തിൽ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ എല്ലാം ശമ്പളം കിട്ടിയാലേ ഉണ്ടാവുള്ളൂ പറഞ്ഞു. നമുക്ക് വാങ്ങാൻ പൈസ എന്റെയൊക്കെ ഉണ്ട്, നമുക്ക് കൊണ്ടുവച്ചു. അങ്ങനെ ഉമ്മ എന്നെ പൈസ തന്നു. ഞാൻ സാറിന് വിളിച്ചു പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനല്ല ഉപയോഗിക്കുന്ന, ഉമ്മയാണ്. ഞാൻ ഈ ബെൽറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഉമ്മാനെ ചേർത്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി